Number 31. Now ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി 1/6 ആണ്. സിങ്കിൻ്റെ ടെമ്പറേച്ചർ വന്ന് 62 ഡിഗ്രി കമ്മി വന്നത്. നൗ ദ എഫിഷ്യൻസി is doubled. What is the temperature of the source? അപ്പോൾ efficiency of an engine we know that it is eta equal to 1 minus T2 by T1. T2 means temperature of sink, T1 means temperature of source. Actually ഇവിടെ 62 ഡിഗ്രി സെൽഷ്യസ് ആണ് കമ്മി വന്നത്. അപ്പോൾ കെൽവിൻ സ്കെയിലായാലും ഡിഗ്രി സെൽഷ്യസ് സ്കെയിലായാലും ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എപ്പോഴും സെയിം ആണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ അതായത് നമ്മൾ ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ T2 മൈനസ് 62 എന്ന് എഴുതിയാൽ പോതും. അതിന് യൂണിറ്റ് കൺവേർഷനും പണ്ട് തേവയില്ല. റിമെമ്പർ ദാറ്റ് ഫാക്ട്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് സെയിം ബിക്കോസ് രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ് രണ്ട് സ്കെയിലിലും. Now therefore efficiency, that is eta, first case eta, that is 1 minus T2 by T1, second case അത് ഡബിൾ ആകും. therefore 2 eta is the efficiency, 1 minus T2 minus 62. I am not ഇത് കെൽവിൻ ആണ് T2, ഇതും ആക്ച്വലി ഇത് കെൽവിനിലേക്ക് കൺവേർട്ട് பண்ண തേവയില്ല, ഡിഫറൻസ് ആണ്. കമ്മി ആകുമ്പോഴും T2 minus 62 by T1, therefore 1 minus T2 by T1 plus T2 by 62 by T1 വരും. ഈ വാല്യൂ എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ എഫിഷ്യൻസിയാണ്, ദാറ്റ് ഈസ് ഈറ്റ. അപ്പോൾ അത് അറേഞ്ച് பண்ணுമ്പോൾ ഈറ്റ ഈക്വൽ ടു 62 ബൈ T1 എന്ന് വരും. therefore 62 ബൈ ഈറ്റ ഈക്വൽ ടു T1, therefore 372 കെൽവിൻ. ഹിയർ ആൻസർ ഈസ് കെൽവിൻ ഉള്ളി. അതിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് பண்ணுമ്പോൾ 99 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. അപ്പോൾ റിമെമ്പർ ദ ഫാക്ട്, കാർനോട്ട് എഞ്ചിൻ്റെ ഏത് പ്രോബ്ലം பண்ணுമ്പോഴും കെൽവിൻ സ്കെയിലായിരിക്കണം ടെമ്പറേച്ചർ. ബട്ട് ഈ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എടുക്കുമ്പോൾ അത് കെൽവിൻ സ്കെയിലായാലും ഡിഗ്രി സെൽഷ്യസ് സ്കെയിലായാലും ഇറ്റ് വിൽ ബി സെയിം. Now question number 39. A photoelectric cell is illuminated by a point source of light 1 meter away. When the source is shifted to 2 meter, then what will happen? Actually point source in intensity is inversely proportional to r square. Linear source in the intensity inversely proportional to r, that we have studied. Okay, therefore നമ്മുടെ സോഴ്സിനെ ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ ഇൻസിഡൻ്റ് ആകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി താ മാറും. ഇവിടെ ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ചും കിടയാതെ. ദർഫോർ ഇൻറ്റൻസിറ്റി മാറുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് താൻ കമ്മിയാകും. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എജക്റ്റഡ് ഇൻ 1 second. ദർഫോർ ആ വേരിയേഷൻ എപ്പോഴും എഴുതാം. ദർഫോർ ഇഫ് യു കൺസിഡർ ഫോർ എ പോയിൻ്റ് സോഴ്സ് intensity is inversely proportional to r square. Therefore I1 by I2, that is R2 by R1 whole square, that is 4. Therefore I2 is equal to I1 by 4. അതായത് ഫൈനൽ ഇൻറ്റൻസിറ്റി ഇനിഷ്യൽ ഇൻറ്റൻസിറ്റിയുടെ 1/4 ആയി റെഡ്യൂസ് ആകും. therefore number of electrons emitted becomes 1/4 of initial value. therefore answer will be the number of electrons emitted is a quarter of the initial number ആവും. photoelectric current will be decreasing by 1/4. linear source ആയിരുന്നെങ്കിൽ it will decrease by 1/2 because directly proportional to inversely proportional to 1 r എന്താണ്. Now question number 40. 40ൽ എന്താ ഒരു സിലിണ്ടറിക്കുള്ള ഒരു ക്യൂ ചാർജ് ഇരിക്കും. ആ കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് ഫൈ. അപ്പോൾ இந்த പ്ലെയിൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് தான் കേട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഗോസ് തിയർ അപ്ലൈ பண்ணலாம். ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ് സിലിണ്ടർ. അപ്പോൾ ഇതിലെ ടോട്ടൽ ഫ്ലക്സ് എപ്പോഴും 1/ε0 ടൈംസ് എൻക്ലോസ്ഡ് ചാർജ് എന്ന് വരും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എപ്പോഴും Q/ε0 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് മീൻസ് ഇൻ ദ കർവ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് പ്ലസ് ഇൻ ദ സി സർഫസ് ഇൻ ദ എ സർഫസ്. അപ്പോൾ ഈ രണ്ട് സർഫസും സിമ്മട്രിക്കൽ ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ഫ്ലക്സ് ത്രൂ സി ഈക്വൽ ടു ഫ്ലക്സ് ത്രൂ എ. therefore the total flux we can write as flux through curved surface plus 2 times flux through plane surface because രണ്ട് പ്ലെയിനും സിമ്മട്രിക്കൽ. therefore total flux equal to Q/ε0 minus flux through curved surface is 5, that is equal to 2 times flux through plane surface. therefore Q/ε0 minus 5 all divided by 2. Now question number 41. രണ്ട് ഫ്ലാറ്റ് സർക്കുലർ കോയിൽസ് ഇരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലെയിൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഓക്കെ, therefore അവർ ക്രിയേറ്റ് பண்ணுന്ന ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ രണ്ടുപേരും ക്രിയേറ്റ് பண்ணுന്ന ഫീൽഡ് ലെറ്റസ് ഇമാജിൻ B1 ആൻഡ് B2. അപ്പോൾ ഈ ആക്ച്വലി ഒരു കോയിൽക്കുള്ള വേറൊരു കോയിൽ വെച്ചിരിക്കുന്നവരും. അപ്പോൾ ഈ കോയിലിൻ്റെ ഫീൽഡ് ഇതിന് പെർപെൻഡിക്കുലർ ഔട്ട് ഓഫ് ദ പ്ലെയിൻ B2, ഈ കോയിലിൻ്റെ B1 இந்த மாதிரி தான் വരും. ഓക്കെ, ലെറ്റസ് ഇമാജിൻ. therefore നെറ്റ് ഫീൽഡ് എപ്പോഴും ബൈ വെക്ടർ സം ആയിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ. അപ്പോൾ B അറ്റ് ദ സെൻറ്റർ ഓഫ് എ കോയിൽ μ0 Ni/2r. ഇപ്പോൾ ഫസ്റ്റ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 150, അതിൻ്റെ റേഡിയസ് π സെൻറ്റിമീറ്റർ,
കറണ്ട് രണ്ടിലും സെയിം ആണ്. സെക്കൻഡ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 400, അതിൻ്റെ റേഡിയസ് 2π സെൻറ്റിമീറ്റർ. ഇപ്പോൾ കാൽക്കുലേഷൻ பண்ணும்போது അത് ആക്ച്വലി 10⁻⁻2 എന്ന് താൻ വരും. ബട്ട് ഇതിൽ அந்த மாதிரி ഒരു ഓപ്ഷൻ ഇല്ല. അതിനകത്ത് കീ കറക്ഷനാണ്. ഫസ്റ്റ് ഓപ്ഷൻ 10⁻⁻2 താൻ വരണം. സിമ്പിൾ കാൽക്കുലേഷൻസ്. അതിൽ ഒരേ ഒരു പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ, ഇവിടെ വെക്റ്റർ സം എടുക്കണം ബിക്കോസ് ഫീൽഡുകൾ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 44. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ റിവേഴ്സ് ബയസ് பண்ணும்போது അതിൻ്റെ കറണ്ട് கேரியேஜ் எப்படி நடக்குது, അല്ലെങ്കിൽ കറണ്ട് எப்படி ഫ്ലോ பண்ணுது. ആക്ച്വലി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡ്രിഫ്റ്റ് ചാർജ് ഉള്ളി പി ജംഗ്ഷനിലും എൻ ജംഗ്ഷനിലും ഉള്ള മൈനോറിറ്റി കാരിയേഴ്സ് ഡ്യൂ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദേ ക്രോസ് അറ്റ് ദ ജംഗ്ഷൻ, ദാറ്റ് ഈസ് ഡ്രിഫ്റ്റിംഗ് ഉള്ളി. അതൊരിക്കലും ഡിഫ്യൂഷൻ കിടയാതെ. ഡിഫ്യൂഷൻ ആ ജംഗ്ഷൻ ഫോം பண்ணும்போது மட்டும்தான் ഡിഫ്യൂഷൻ വരുത്. ഇറ്റ് ഈസ് ദ ഡ്രിഫ്റ്റ് കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ സെക്കൻഡ് വൺ ഈസ് ദ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 45. ഈ ഒരു സിഗ്നൽ, അതായത് ഒരു ഇൻ്റർവെല്ലിൽ -5 വോൾട്ട്, വേറെ ഇൻ്റർവെല്ലിൽ +5 വോൾട്ട്, இந்த மாதிரி ഒരു പൾസ് താൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്യൂറേഷനിൽ വോൾട്ടേജ് ഈസ് +5. ഈ ബാക്കിയുള്ള നെക്സ്റ്റ് ഡ്യൂറേഷൻ്റെ പൾസ് വരച്ചാൽ ഇപ്പടി താൻ വരും, ഇവിടെ -5 ആണ്. ഓക്കെ. അപ്പോൾ ഈ ഡയോഡിൽ കൊടുക്കുമ്പോൾ കൊഞ്ച നേരം ഇവിടെ +5 വരും, കൊഞ്ച നേരം -5 വരും. +5 വരുന്ന ടൈമിൽ ഇത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ റെസിസ്റ്റർ. ഈ -5 വരുന്ന ടൈമിൽ ഇവിടെ റിവേഴ്സ് ബയസ് ആയിരിക്കും, നോ കറണ്ട്. ദെർഫോർ ദ ഔട്ട്പുട്ട് വിൽ ബി കൊഞ്ച നേരം +5ഉം കൊഞ്ച നേരം -5ഉം, കൊഞ്ച നേരം 0ഉം, அந்த மாதிரி தான் വരും. Therefore first one is the answer.